ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. നമ്മൾ വടകര മാക്സി പോവാണ് വിഷുക്കോടി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട്സും ആണുള്ളത്. അപ്പോൾ നമ്മൾ രാവിലത്തെ ഷിഫ്റ്റ് ആയിരുന്നു കേട്ടോ പാർക്കോല്. അപ്പോൾ ഉച്ച വരെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 2 മണിക്ക് ശേഷം ഞങ്ങൾ വടകര മാക്സിലേക്ക് വിഷുക്കോടി എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ വീഡിയോയിൽ കാണാം. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് ഷോപ്പിംഗ് വ്ളോഗാണ് കേട്ടോ. വിഷുവൊക്കെ നമ്മുടെ അടുത്തെത്തിക്കഴിഞ്ഞു. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് മോർണിംഗ് ഷിഫ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ പാർക്ക് വന്ന് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഇന്ന് എൻ്റെ 2 പുതിയ ഫ്രണ്ട്സിനൊപ്പമാണ് ഇന്ന് ഷോപ്പിങ്ങിനായിട്ട് പോകുന്നത്. വടകര മാക്സിലേക്കാണ് കേട്ടോ. അപ്പോൾ വിഷുവിനോടനുബന്ധിച്ച് പുതിയ കളക്ഷൻസ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്താണെന്നൊന്നും അറിയത്തില്ല. നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ബസ് കയറി നേരെ പുതിയ ബസ് സ്റ്റാൻഡിലോട്ടാണ് വന്നിട്ടുള്ളത്. അവിടെ നിന്ന് നമുക്ക് കുറച്ച് നടക്കാനേ ഉള്ളൂ ആക്ച്വലി മാക്സിലോട്ട്. പക്ഷേങ്കിൽ എന്താ പറയുക, കമ്പനി അടിച്ച് നടക്കുമ്പോൾ അത് അത്രയല്ലേ ഉള്ളൂ എന്ന് കരുതിയിട്ട് അങ്ങനെ കുടയൊക്കെ ചൂടി ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇറങ്ങിയിട്ടോ അങ്ങോട്ടേക്ക്. അപ്പോഴാണ് മനസ്സിലായത് ഇച്ചിരി ഒന്നുമല്ല, നമ്മൾ സാധാരണ വണ്ടിയിലൊക്കെ പോകുമ്പം അടുത്താണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് എന്നെ ഒന്നും കാണുന്നില്ല എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കാരണം നല്ല പൊരിഞ്ഞ വെയിലത്ത് ക്യാമറയിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഇരുട്ട് പിടിച്ച പോലെ ഉണ്ടായിരുന്നു. പക്ഷേ എഡിറ്റ് ചെയ്യുമ്പോൾ ഓക്കെയാണ്, അത്യാവശ്യം ക്ലാരിറ്റിയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒടുവിൽ മാക്സിൻ്റെ നേരെ ഫ്രണ്ടിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ കുടയൊക്കെ അടച്ച് ബാഗിലോട്ടേക്ക് വെച്ച് ഞങ്ങൾ മാക്സിൻ്റെ അകത്തോട്ടേക്ക് കയറുമ്പോൾ നല്ല പൊരിഞ്ഞ വെയിലത്തുനിന്ന് അങ്ങ് അകത്തോട്ട് കയറിയപ്പോൾ നല്ലൊരു ആശ്വാസം, നല്ല കൂളിംഗ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഇനി നമുക്ക് ഇവിടുത്തെ കളക്ഷൻസും കാര്യങ്ങളും ഒക്കെ കാണാം. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എടുക്കാം എന്നുള്ള രീതിയിലായിരുന്നു. ആക്ച്വലി അവർ 2 ആളാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ജോയിൻ്റ് അടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് അവരും എൻ്റെ വ്ളോഗിൽ വരുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ചെറിയ ചമ്മലും ഒക്കെ അവർക്കും നിങ്ങൾക്ക് കാണാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എൻ്റെ കൂടെ വന്നിട്ടുള്ളത് അഭിശ്രീ ആൻഡ് അമലേന്ദു ആണ്. അവർ 2 ആളാണ് കേട്ടോ. അപ്പോൾ അവരിത് കളക്ഷൻസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മാക്സിൽ വന്നപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, നല്ല ബ്രാൻഡഡ് സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ അത്യാവശ്യം ക്യാഷ് കൊടുത്താൽ മാത്രമേ നമുക്കത് മേടിക്കാനും പറ്റത്തുള്ളൂ. അപ്പോൾ 299, 499 എന്നൊക്കെ പറഞ്ഞിട്ട് ഓഫറും ഉണ്ട് കേട്ടോ. 699. അപ്പോൾ 2 മേടിച്ച് കഴിഞ്ഞാൽ എന്താ പറയുക 100 രൂപ ഓഫ്, അങ്ങനെയുള്ളതൊക്കെയാണ് നമുക്ക് കൂടുതലും കാണാൻ കഴിയുന്നത്. അങ്ങനെ നോക്കി ഈ ഒരു ഡ്രസ്സ് അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നമ്മളെ കൂടെയുള്ള ഫ്രണ്ട്സിനും ഇഷ്ടപ്പെട്ടു. അപ്പോൾ അമലേന്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് കുറച്ചും കൂടെ എന്താ പറയുക, ഇത് അവൾക്ക് മീഡിയമാണ് ഇപ്പോൾ എൻ്റെ അവളെ കയ്യിലുള്ളത്. അപ്പോൾ അത് കുറച്ച് സൈസ് കൂടുതലാണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ അത് എന്താ പറയുക നമ്മളെ കയ്യിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇവിടെ നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം മോഡേൺ കളക്ഷൻസും നമുക്ക് വേണ്ട തരത്തിലുള്ള ഇന്നത്തെ ഒരു ജനറേഷന് വേണ്ട ടൈപ്സൊക്കെ ഇവിടെ കാണാൻ കഴിയും. നിങ്ങൾക്ക് പ്രിൻറ്റഡ് കുർത്താസ് എന്നൊക്കെ പറഞ്ഞിട്ട് 399 ഒക്കെ കാണാൻ കഴിയും. അതേപോലെ നല്ല അടിപൊളി ടോപ്സ്, അതായത് കുർത്താസൊക്കെ ഉണ്ട് കേട്ടോ. 699. ഇതിനൊക്കെ തന്നെ ഓഫറും വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ കയ്യിലൊക്കെ ഇങ്ങനെ പിടിക്കുന്ന കണ്ടപ്പോഴത്തേക്കും അവിടുത്തെ സ്റ്റാഫ് നമുക്കൊരു ബാഗൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എംബ്രോയ്ഡറി കുർത്താസിനൊക്കെ 599. പിന്നെ നല്ല അടിപൊളി ടീഷർട്ട്സ് ഉണ്ട് കേട്ടോ. അതിൽ ക്രോപ്പ് ടോപ്പും വരുന്നുണ്ട്. 249 റുപ്പീസിനൊക്കെ അടിപൊളി കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അഭിശ്രീ ഇത് അവിടെ നിന്ന് കാര്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ വ്ളോഗിലൊക്കെ ആദ്യമായിട്ട് വരുമ്പോൾ ആ ഒരു ചെറിയൊരു ചമ്പലൊക്കെ അവരുടെ മുഖത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടെ കൂടുതലും നമുക്ക് കാണാൻ കഴിയുന്നത് കുർത്താസ്, പിന്നെ ഡ്രസ്സസ്, ഈ നീ ലെങ്ത്തൊക്കെ വരുന്ന ടൈപ്പുള്ള ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇന്നത്തെ ഗേൾസിനൊക്കെ കൂടുതലും ട്രൈ ചെയ്യുന്നത് ആ തരത്തിലുള്ളതാണ്. അപ്പോൾ ആ ഒരു ടൈപ്പ് എന്താ പറയുക ഡ്രസ്സാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ക്രോപ്പ് ടോപ്പ്, ലോങ് ടോപ്പ്, അല്ലെങ്കിൽ ഫുൾ സ്ലീവ്, ഹാഫ് സ്ലീവ്, പിന്നെ ട്രൗസേഴ്സ്, അതായത് പിന്നെ നമുക്ക് വീട്ടിലിടാൻ പറ്റുന്ന നൈറ്റ് വെയേഴ്സ് ആണെങ്കിലും അല്ലാണ്ട് സെപ്പറേറ്റ് നമുക്ക് പുറത്ത് പോകുമ്പോൾ ഇടാൻ പറ്റിയ കുറച്ച് ലെങ്ത് ആയിട്ടുള്ള പാൻസ് ആണെങ്കിലും എല്ലാം ഉണ്ട് കേട്ടോ. അത്യാവശ്യം ബ്രാൻഡഡ് മാത്രമേ ഇവിടെ ഉള്ളൂ. അത് മാത്രമേ അത്യാവശ്യം കോസ്റ്റ്ലിയും ആണ് കേട്ടോ. കോസ്റ്റ്ലി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, നല്ല പ്രോഡക്റ്റ് മേടിക്കണമെങ്കിൽ അത്യാവശ്യം കാശ് കൊടുക്കണമല്ലോ, ആ റേഞ്ച്. അപ്പോൾ ഞാനിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് സ്ലീവ് വെയേഴ്സാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് കൈ വെച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മെറ്റീരിയൽ തൊടുമ്പോൾ തന്നെ അതിൻ്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാവും. അതിൽ നല്ല അടിപൊളി വെറൈറ്റി കളക്ഷൻസൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്താ പറയുക ക്രോപ്പ് ടോപ്പ്, ലോങ് ടോപ്പ്, പിന്നെ ടീഷർട്ട്സ് പലതരത്തിലുള്ളത്, പിന്നെ ട്രൗസേഴ്സ്, അതേപോലെ ജെഗിൻസ്, പിന്നെ ഓവർ സൈസ്ഡ് ടീഷർട്ട്, അതേപോലെ ഷർട്ട്,
ഈ ടൈപ്പൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു താഴത്തെ ഫുള്ള് ഫ്ലോർ മൊത്തം ഈ ലേഡീസിൻ്റെ, അതായത് ഗേൾസിൻ്റെ ഒരു കളക്ഷൻസ് തന്നെയായിരുന്നു. അപ്പോൾ ഈ ഒരു ടീഷർട്ട്സിനൊക്കെ 499 അല്ലെങ്കിൽ 599 ഈ ഒരു റേഞ്ചൊക്കെ ആയിരുന്നു വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്തോട്ട് പോയ പിന്നെയാണെങ്കിൽ പാൻസിന് 999 ആണ് വരുന്നത് കേട്ടോ. പിന്നെ എത്രയായിരുന്നു, 499 599 ആ ഒരു റേഞ്ചിലായിരുന്നു ടീഷർട്ട്സിനും വരുന്നത്. അതൊരു സെറ്റായിട്ടാണ് വരുന്നത്, പക്ഷേ സെപ്പറേറ്റ് ആണ് പാൻസിനും ഒക്കെ വരുന്ന റേറ്റ് കേട്ടോ. പിന്നെ 499 799 ഈ ഒരു റേഞ്ചായിരുന്നു. ഏതാണ്ട് 1500 രൂപ ആ ഒരു എന്താ പറയുക, ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെയാണ് ആ ഒരു എന്താ പറയുക പാൻറ്റും ആ ഒരു ടീഷർട്ടും വരുന്നത്, സെറ്റായിട്ട് വരുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു ഷർട്ട് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അപ്പോൾ കുറച്ച് തിന്നാണ് ഷർട്ട് മെറ്റീരിയൽ വന്നിട്ട്. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് മിററിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ജനറേഷനിൽ കൂടുതലും കുട്ടികളൊക്കെ ഇഷ്ടപ്പെടുന്നത് നല്ല അടിപൊളി ട്രെൻഡിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ വെസ്റ്റേൺ വിയേഴ്സും കാര്യങ്ങളൊക്കെയാണ്. ആ തരത്തിലുള്ള ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്, തീർച്ചയായും ഇങ്ങോട്ട് വരാം. അത് മാത്രമല്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റിയോടുള്ള പ്രൊഡക്ട്സും അതായത് മെറ്റീരിയലും ആണ്. പക്ഷേങ്കിൽ അത്യാവശ്യം റേറ്റും ഉണ്ട്. അപ്പോൾ അത് നോക്കിയും കണ്ടൊക്കെ എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. പിന്നെ നമ്മൾ അത്യാവശ്യം ക്യാഷ് കൊടുത്താൽ മാത്രമേ നമുക്ക് ആ തരത്തിലുള്ള പ്രൊഡക്റ്റ് എന്താ പറയുക മെറ്റീരിയൽ നമുക്ക് മേടിക്കാനും പറ്റത്തുള്ളൂ. അപ്പോൾ അമലേന്ദു അവൾക്ക് ഇഷ്ടപ്പെട്ടതായിട്ടുള്ള കുറച്ച് മോഡേൺ വേഴ്സൊക്കെ ധരിക്കുന്ന കുട്ടിയാണ് കേട്ടോ. അപ്പോൾ അവളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ക്യാമറ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ചെറിയ ചമ്മലൊക്കെ അവർക്ക് വരുന്നുണ്ട് കേട്ടോ. പിന്നെ അഭിശ്രീ ഇപ്പോൾ എടുക്കുന്ന ഈ ഒരു ടോപ്പ് ഉണ്ടല്ലോ, ടോപ്പല്ല ആക്ച്വലി ഒരു ഓവർ സൈസ്ഡ് ഒരു ഷർട്ട് പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല രസമുണ്ട്. അപ്പോൾ അതിന് മാച്ച് ചെയ്യാൻ തരത്തിലുള്ള പാൻസൊക്കെ ജസ്റ്റ് അവൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. 1199 രൂപയാണ് ഈ ഒരു പാൻസിനൊക്കെ വരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത് ഒരു 2 ബാഗ് ഏതാണ്ടെന്ന് അറിയാറായിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രയൽ റൂമിൽ പോയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഞാൻ അവരുടെ കൂടെ ജസ്റ്റ് ഒന്ന് വന്നതാണ്. പിന്നെ എനിക്ക് ഇവിടുത്തെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും കാണിച്ചു തരാം. അത് മാത്രമല്ല, ഒന്ന് കമ്പനി അടിച്ച് പിന്നെ ഫാമിലി ആയിട്ട് വന്നെടുക്കാം എന്നുള്ള മൈൻഡും ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ഞങ്ങൾ ട്രയൽ റൂമിലോട്ട് പോവാണ്. അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കളക്ഷൻസൊക്കെ നമ്മൾ ആ ബാഗിലേക്ക് സെലക്ട് ചെയ്തു. അതിനുശേഷം ട്രയൽ റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അമലേന്ദു ഫസ്റ്റായിട്ട് ഈ ഒരു പാൻസും ഈ ഒരു ടോപ്പും ഇട്ടിട്ട് എനിക്ക് കാണിച്ചു തരുമായിരുന്നു കേട്ടോ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇപ്പോൾ അവൾ ഇട്ടിരിക്കുന്നത് മീഡിയം സൈസാണ്. അപ്പോൾ അത് സ്മോളും മതി എന്ന് അങ്ങനെ പറയുമായിരുന്നു കേട്ടോ. അപ്പം ബാക്ക്ഗ്രൗണ്ടിൽ എന്തോ മ്യൂസിക് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ജസ്റ്റ് ക്യാമറ പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മിറർ കണ്ടപ്പോഴത്തേക്കും ജസ്റ്റ് ഒരു എൻ്റേതായ കോപ്രായങ്ങൾ. അങ്ങനെ പിള്ളേർ അവിടെ നിന്ന് ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു നൈറ്റ് വെയർ എടുത്ത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും പിന്നെ നല്ലൊരു കളറുമാണ്, ഇഷ്ടപ്പെട്ടു എന്തായാലും. പിന്നെ മേടിക്കണോ വേണ്ടിയോ എന്നൊക്കെ ഉണ്ടായിരുന്നു മനസ്സിൽ, പക്ഷെ ഞാൻ എടുത്തില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. അങ്ങനെ ജസ്റ്റ് ഒന്ന് മിററിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും എനിക്ക് കുറച്ച് കംഫർട്ടബിളായിട്ട് തോന്നി. അധികം എന്താ പറയുക ടൈറ്റും അല്ല ലൂസും അല്ല, ഒരു നല്ലൊരു ഇതായിരുന്നു കേട്ടോ. പിന്നെ അവർ മാറി എനിക്ക് ഇങ്ങനെ ഡ്രസ്സസ് ഇട്ട് കാണിച്ചു തരുമായിരുന്നു കേട്ടോ ഏതാണ് സെലക്ട് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ നിന്ന് ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ എടുക്കുകയാണ്. എനിവേയ്സ് അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നല്ല ക്വാളിറ്റിയോട് കൂടിയുള്ള മെറ്റീരിയലാണ്. പിന്നെ നമ്മൾ ഈ ഒരു ഡ്രസ്സൊക്കെ ഇടുമ്പോഴാണ് അതിൻ്റെ കംഫേർട്ട്, നമ്മൾ പ്രൈസ് കൊടുക്കുകയാണെങ്കിലും അതിൻ്റെ നമ്മൾ ഇട്ട് കഴിഞ്ഞാലുള്ള ഒരു ഫീൽ ഉണ്ടാവുമല്ലോ, ആ ഒരു കംഫേർട്ട് നമുക്ക് അതിൽ മനസ്സിലാവും കേട്ടോ. പിന്നെ നമുക്ക് വേറെ എന്താ പറയുക, ആ ഒരു പാൻസും ടോപ്പും നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ സ്മോൾ സൈസിൽ വരുന്നുണ്ടോയെന്നാണ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ സംസാരിപ്പിച്ചപ്പോഴത്തേക്കും അടുത്ത സ്റ്റാഫ് വേണമെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്ത് തരാം, വേറെ എന്താ പറയുക സ്മോൾ സൈസ് ഒരാഴ്ച കൊണ്ട് നമുക്ക് വീട്ടിലെത്തിച്ചു തരാമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഡ്രസ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു ഇപ്പോഴത്തെ എന്താ പറയുക ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഡ്രസ്സായിട്ട് അത് ഫീൽ ചെയ്തു. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു കളക്ഷനാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് മിററിൽ വെച്ച് നോക്കുകയാണ് കേട്ടോ എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഇങ്ങനെ ഇൻസൈഡ് ചെയ്തിട്ടും അല്ലാണ്ടും ഒക്കെ സ്റ്റൈൽ ചെയ്ത് നോക്കുകയാണ് എങ്ങനെയുണ്ട്, കംഫർട്ടാണോ ഓക്കെ ആണോ എന്നൊക്കെ ഉള്ളത്. പിന്നെ അങ്ങനെ അവിടെ നിന്ന് നമ്മൾ വേറെ കളക്ഷൻസൊക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഓൺലൈനിലായിട്ട് നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് മാക്സിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് മേ ബി നമുക്കതിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്കത് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് എന്താ പറയുക സ്മോൾ സൈസ് ഓർഡർ ചെയ്തില്ല, നമുക്ക് മാക്സിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിൽ നിന്ന് സെലക്ട് ചെയ്യാമെന്നൊക്കെ പറയാമായിരുന്നു കേട്ടോ.
അങ്ങനെ നമുക്കിഷ്ടപ്പെട്ട കളക്ഷൻസൊക്കെ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്ത് വയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എന്താണ് മനസ്സിലായെന്നുള്ളത് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളും വന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. പിന്നെ നമുക്ക് സൈസൊന്നും പറ്റുന്നില്ല എന്നാണെങ്കിൽ അവർ നമുക്ക് ഓൺലൈനായിട്ട് എന്താ പറയുക, അവർ ഷോപ്പ് ചെയ്തിട്ട് നമുക്ക് വീട്ടിലെത്തിച്ചേരും. അങ്ങനെയും കാര്യങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട സെലക്ട് ചെയ്തു, അത് മാറ്റി വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെരുപ്പൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുവാണ്. പക്ഷെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അതാണെങ്കിൽ എനിക്ക് കാല് കയറാത്തത് പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അത് അപ്പോൾ അവിടെ തന്നെ ഞാൻ അവിടെ വെച്ചു. അതിന് ശേഷം ജസ്റ്റ് നമ്മൾ ഒക്കേഷണൽ വിയർ ആയിട്ടുള്ള ഡ്രസ്സസൊക്കെ ഉണ്ടായിരുന്നു ഒരു സെക്ഷനിൽ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോ എന്താ പറയുക, പാർട്ടായിട്ട് ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷം ലിഫ്റ്റ് കയറിയിട്ട് നമ്മൾ മുകളിലേക്ക് പോവാണ്. അവിടെയാണ് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ. നമ്മൾ സാധാരണ ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കില്ലേ പേയ്മെൻറ്റൊക്കെ, ഇതിപ്പം ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ലിഫ്റ്റിൽ നിന്ന് മേലോട്ടേക്ക് പോയ പിന്നെ അവിടെ നല്ല അടിപൊളി ബാഗ് കളക്ഷൻസ്, ഹാൻഡ് ബാഗ്സൊക്കെ ഉണ്ടായിരുന്നു ഒരു സെക്ഷനിൽ. അല്ലാണ്ട് പിന്നെ കിഡ്സിൻ്റെ വെയേഴ്സ്, അതിൽ പിന്നെ എന്താ പറയുക, ഗേൾസിൻ്റെയും ബോയ്സിൻ്റെയും സെക്ഷൻ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏജസൊക്കെ അനുസരിച്ച് ട്രൗസേഴ്സും പാൻസും അതേപോലെ എന്താ പറയുക വീട്ടിൽ നിന്നിടുന്ന ഡ്രസ്സും അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ല പാൻസൊക്കെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ വീഡിയോ എടുത്ത് കാണിച്ചു തരികയാണ്. നല്ല രസമുണ്ടായിരുന്നു. 399, 499 ഒക്കെ കാഷ്വൽ പാൻസും ടീഷർട്ട്സും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുഞ്ഞു മക്കളുടെ കുട്ടി കുപ്പായങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. എല്ലാം നല്ല ക്വാളിറ്റിയോട് കൂടിയുള്ള പ്രോഡക്റ്റ്സ് ആയിരുന്നു. പിന്നെ ജ്വല്ലറി ഐറ്റംസ്, പിന്നെ ഹെയർ ആക്സസറീസ് ഒക്കെ ഒരു സെക്ഷനിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുമായിരുന്നു. ഇതിനൊക്കെ എത്രയായിരുന്നു വരുന്നത് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. 149 റുപ്പീസ് അങ്ങാണ്ടാണ് ആ ഒരു ഹെയർ എന്താ പറയുക, ടൈ ചെയ്ത് വെക്കാനുള്ള ഒരു എന്താ പറയുക, ക്രഞ്ചീസോ അല്ലെങ്കിൽ എന്താ പറയുക ബണ്ണിനൊക്കെയാണ് വരുന്നത് കേട്ടോ. പിന്നെ നല്ല അടിപൊളി വെറൈറ്റി കളക്ഷൻസിൽ എന്താ പറയുക കമ്മലൊക്കെ ഉണ്ടായിരുന്നു പലതരത്തിലുള്ള. പക്ഷേ ഒരു സെറ്റായിട്ടേ നമുക്ക് അവിടെ കിട്ടുള്ളൂ കേട്ടോ. നമുക്ക് ഒരെണ്ണമായിട്ട് ചൂസ് ചെയ്യാൻ പറ്റില്ല, സെറ്റോടെ മേടിക്കണം. അങ്ങനെയുള്ളതുണ്ടായിരുന്നു. പിന്നെ ക്രാബ് കാര്യങ്ങൾ, ഹെയർ ബാൻഡ്സ്, പിന്നെ കുട്ടികളുടെ ചെറിയ ചെറിയ ടോയ്സ് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വെറൈറ്റി ചെരുപ്പുകൾ, പിന്നെ നമ്മുടെ എന്താ പറയുക സ്കൂൾ ഐറ്റംസ്, അതായത് ലഞ്ച് ബോക്സ്, പിന്നെ പെൻസിൽ ബോക്സ് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം നല്ല നല്ല ക്വാളിറ്റിയോട് കൂടിയുള്ള നല്ല പ്രോഡക്റ്റ്സ് ആയിരുന്നു കേട്ടോ. അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ നോക്കുവാണ്. വാട്ടർ ബോട്ടിൽ അതൊക്കെ ഒരു സെറ്റായിട്ട് ഒരു ഭാഗത്തോട്ടുണ്ടായിരുന്നു. 999 ആ ഒരു റേഞ്ചിലായിരുന്നു അതിനൊക്കെ റേറ്റ് വരുന്നത് കേട്ടോ. പിന്നെ ടെഡി ബിയറും കാര്യങ്ങളും ഒക്കെ ഒരു കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള കുറേ ടോയ്സും അങ്ങനെയുള്ളതൊക്കെയായിരുന്നു ആ ഒരു ഫ്ലോറിൽ കൂടുതലും. അങ്ങനെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്തു നിന്ന്. അപ്പോൾ ഞാനിവിടെ ബാക്കിയുള്ള കളക്ഷൻസും അതേപോലെ മേക്കപ്പ് കിറ്റ്, ബാഗ്, അങ്ങനെ ഒരു സെറ്റായിട്ട്, അതായത് ഒരു ബാഗ് 3 ടൈപ്പ് ഓവർ സൈസും പിന്നെ അതിൻ്റെ കുറച്ച് എന്താ പറയുക മീഡിയം സൈസും അതിലും സ്മോളായിട്ടുള്ള അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുള്ള എന്താ പറയുക സൈസ്ഡായിട്ടുള്ള ബാഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മേക്കപ്പ് പ്രൊഡക്ട്സും അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വെറൈറ്റി ലഞ്ച് ബോക്സ് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യാണ്. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെയായിരുന്നു ഈ ഫ്ലോറിൽ കൂടുതലായിട്ടും. അങ്ങനെ പിന്നെ ഷോക്സ്, ടീഷർട്ട്സ്, കുട്ടികളുടെ ട്രൗസേഴ്സ്, പിന്നെ പ്ലേ ടൈം ഷോർട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് 449 ആ ഒരു റേഞ്ചിലൊക്കെ ആയിരുന്നു കൂടുതലും വരുന്നത് കേട്ടോ. പിന്നെ കുട്ടികളുടെ ഒക്കെ ആണെങ്കിൽ ടീഷർട്ട്സൊക്കെ അടിപൊളി ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ളതാണ്. ട്രൗസേഴ്സും ഒക്കെ തന്നെ കേട്ടോ. നമ്മുടെ ഏജ് ഗ്രൂപ്പ് അനുസരിച്ച് പാർട്ടായിട്ട് അവർ സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്പാടിക്കൊക്കെ പിന്നെ നോക്കിയിട്ട് എടുക്കാമെന്നുള്ള രീതിയായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടോ. പിന്നെ നമ്മൾ ഇറങ്ങുകയാണ്. ഏതാണ്ട് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ചുമ്മാ നമ്മൾ ആ ഒരു എന്താ പറയുക പാൻറ്റും ടോപ്പും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ വിചാരിച്ച സൈസിൽ കിട്ടിയില്ല. പിന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല, അവർ 2 പേര് മാത്രമേ അപ്പോൾ ഇന്ന് ഷോപ്പിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവർ നേരെ റിലയൻസിൻ്റെ ട്രെൻഡ്സിലേക്ക് പോയി. ഞാൻ നേരെ എൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അപ്പോഴത്തേക്കും വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ, ലവ് യു ഓൾ, ഹാപ്പി വിഷു.